കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കുന്നില്ല എന്ന പൊളിറ്റിക്കൽ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകമാനം CPIM ഉയർത്തുന്നത്. പൊളിറ്റിക്കൽ ആരോപണങ്ങൾക്ക് പൊളിറ്റിക്കൽ മറുപടി എന്നതാകണം പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശൈലി. എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിയുടെയും പിന്നാലെ പ്രിയങ്ക ഗാന്ധിയുടെയും പ്രശ്നം പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ആദ്യം മുറവിളി കൂട്ടിയ കോൺഗ്രസ് ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ EDക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നവരായി മാറി. എന്നിട്ട് അതേ ED ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു പ്രബല നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി. കോൺഗ്രസ് എന്ന മുത്തശ്ശി പാർട്ടിയുടെ EDയോടുള്ള നിലപാട് എന്തെന്ന് വ്യക്തമാക്കാൻ ദയവായി തയ്യാറാകണം രാഹുൽ ഗാന്ധി. അതോ നിലപാടെന്നത് വസ്ത്രം മാറുന്ന ലാഘവത്തോടെ തരാതരം പോലെ മാറാനുള്ളതാണോ? ഞാൻ പോലും രാഹുൽ ഗാന്ധിയെ ഇത്രയും വിമർശിക്കുന്നില്ല എന്ന് പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന നരേന്ദ്രമോദി. എന്തുകൊണ്ടാകും അപ്പോൾ നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ മുഖം നോക്കാതെ വിമർശിക്കാനാകാത്തത്? കേരളത്തിനെതിരെ വസ്തുതാവിരുദ്ധ പ്രചാരണം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ശബ്ദം ഒന്നാകുന്നോ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ്. അതിഥികളായി ചർച്ചയിൽ ചേരുന്നത് ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ് നേതാവ്, രാജി രാഘവൻ BJP-യിൽ നിന്നും എന്നിവരാണ്. പ്രൊഫസർ റോണി കെ ബേബി, ആദ്യം രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തേ ED എന്ന ചോദ്യം ഉയർത്തുന്നത്. പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും അതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിനെതിരെ പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് പ്രിയങ്കയും രാഹുലും ഒക്കെയും ആവർത്തിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പൊളിറ്റിക്കൽ ശത്രു CPIM ആകാം. പക്ഷേ രാഹുലിനെയും പ്രിയങ്കയും പോലുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്ന് EDയൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ ദേശീയ തലത്തിലുള്ള നിങ്ങളുടെ നിലപാടിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയല്ലേ ശരിക്കും രാഹുലിനെയും പ്രിയങ്കയും പോലുള്ള നേതാക്കൾക്ക്? കേരളം ഉൾപ്പെടെ ഇന്ത്യയില് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് ആദ്യത്തെ ആഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടക്കുക. തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് കയറിയ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കളോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയോ ഒരു വിമർശനവും ഞങ്ങൾ നടത്തിയിരുന്നില്ല. ഞങ്ങളുടെ ശത്രു അത് അഖിലേന്ത്യാ തലത്തിൽ എന്ന് പറയുന്നത് BJP സംഘപരിവാർ. ഞങ്ങൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് BJPക്കെതിരാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി തന്നെ കേരളത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത് BJPക്കെതിരെയായിരുന്നു. പക്ഷേ CPM-ന്റെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുതിർന്ന CPM നേതാക്കളുടെ LDF നേതാക്കളുടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതലുള്ള ക്യാമ്പയിൻ മുഴുവൻ എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്, കോൺഗ്രസിനെതിരെയാണ്. BJPക്കെതിരെയോ മോദിക്കെതിരെയോ സംഘപരിവാറിനെതിരെയോ ഒരു വിമർശനം പോലും അഴിച്ചുവിടുവാനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ അത് വലിയ സംശയം, അത് ഞങ്ങളിൽ കോൺഗ്രസ് നേതാക്കളിൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലുള്ളവരിൽ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ളവർക്കിടയിൽ പോലും ഒരു വലിയ ചോദ്യം ഉയർത്തി. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPയോ അല്ലെങ്കിൽ മോദിയോ വിമർശിക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു ഒളിച്ചുകളി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു BJP വിരുദ്ധ പോരാട്ടം കേരളത്തിൽ നടത്തുവാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിന് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ വലിയ പരിമിതികളുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ വലിയ നിയന്ത്രണങ്ങൾ, അദ്ദേഹം എന്തൊക്കെയോ വലിയ സമ്മർദ്ദങ്ങൾ കടിപ്പെട്ടിരിക്കുക. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങിയത്. കാരണം എന്താ, കേരളത്തിന് പുറത്തുള്ള പല നേതാക്കളെയും കള്ളക്കേസുകളിൽ പെടുത്തി പോലും ED അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ജായ്ക്ക് രാമൻ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. ഇത് അരവിന്ദ് കേജ്രിവാൾ ആയിക്കോട്ടെ, ഹേമന്ത് സോറൻ ആയിക്കോട്ടെ, മുതിർന്ന നേതാക്കളൊക്കെ.
എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് BJPയും ഒക്കെ ഒരു വലിയ പുകമറ സൃഷ്ടിക്കുക മാത്രം ചെയ്തുകൊണ്ട് മറ്റു നടപടികളിലേക്കൊന്നും ഇവർ കടക്കുന്നില്ല? അപ്പോൾ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ ED വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ഭീഷണിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞ ഒരു വാദത്തിനോട് ഞാൻ പകുതി യോജിക്കുന്നുണ്ട്. അതിലൊന്ന്, പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷേ നരേന്ദ്രമോദിക്കോ BJPക്കോ എതിരെ ഒന്നും പറഞ്ഞിട്ടേയില്ല എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാനാകില്ല. കാരണം ഒരു ദിവസം തന്നെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിൽ എത്ര തവണ ഈ വിഷയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ കോൺഗ്രസിനെതിരെ പിണറായി വിജയൻ ഉയർത്തിയ വിമർശനങ്ങളിൽ ഒന്നുപോലും വ്യക്തിപരമായി സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും ആക്രമിക്കുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. വിഷയാധിഷ്ഠിതമായ ചില കാര്യങ്ങൾ പിണറായി വിജയൻ ചോദിക്കുന്നു. അതിൽ ഒന്നാമത്തേത് എന്താണ്? CAA പോലെ ഒരു രാജ്യവിരുദ്ധ നിയമത്തിനെതിരെ ഇന്ത്യ മുന്നണി തന്നെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് അത് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങളുടെ പ്രകടന പത്രിക വരുന്നു, അതിൽ CAA എന്നൊരു വാക്ക് പോലും പരാമർശിക്കാനാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിൽ രാജ്യവിരുദ്ധമായ നിയമങ്ങളൊക്കെയും എതിർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ശരി, കഴിഞ്ഞ ദിവസമാണല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദേശീയ പത്രം CAA കരട് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് ഒഴിവാക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് പിണറായി വിജയൻ അതിശക്തമായി ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കുന്നു. അതിന് മുൻപൊരു പശ്ചാത്തലം കൂടി ഉള്ള സ്ഥിതിക്ക് ആ വിഷയത്തെ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ വിഷയാധിഷ്ഠിതമായി ചില കാര്യങ്ങൾ പിണറായി വിജയൻ ഉയർത്തുമ്പോൾ അതിന് പൊളിറ്റിക്കൽ മറുപടി അല്ലേ വേണ്ടത്? അതിനപ്പുറം എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള വാദങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി തന്നെ വരുമ്പോൾ ദേശീയ തലത്തിൽ EDയോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് സംശയം തോന്നും. ഈ ആസിത, കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ആഴ്ചയായി ഉയർത്തിക്കൊണ്ടുവന്നതൊക്കെ ഒരു വിഷയാധിഷ്ഠിത ഒരു പരാമർശം കാണുന്നു. വിഷയാധിഷ്ഠിതമായി മാത്രമുള്ള സംസ്ഥാനങ്ങളാണെന്നും അത് അത്ര നിഷ്കളങ്കമാണെന്ന് മാത്രം എന്ന് ചിന്തിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ രാഷ്ട്രീയമൊക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കാരണം ഇവിടെ CPM അല്ലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിക്കുന്നു. മണിക്കൂറുകൾക്കകം തന്നെ ആ ആരോപണത്തിന് അതിനെ പിന്തുണച്ചുകൊണ്ട് അതേ ആരോപണം തന്നെ ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തും BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ആരോപണം തന്നെ ഉയർത്തുന്നു. ക്ലാസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന CAA വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പതാകയുടെ വിവാദമാണെങ്കിലും, കാരണം അതിന്റെയൊക്കെ എന്ന് പറയുന്ന പ്രഭവ കേന്ദ്രം, ഇങ്ങനെയുള്ള വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് CPMന്റെ അകത്തളങ്ങൾ തന്നെയാണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് BJPയുടെ ആരോപണങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിന്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പറയുന്നതിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. അല്ലെങ്കിൽ ഈ പറയുന്ന പതാക ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ തന്നെ ആസിത ഇവിടെ ഉപയോഗിച്ച വാക്ക് ഇന്ത്യൻ എക്സ്പ്രസ്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ആര് നിയന്ത്രിക്കുന്ന പത്രമാണെന്നും ആരുടെ അജണ്ടകൾക്ക് വേണ്ടി. പക്ഷേ പ്രൊഫസർ റോണി കെ ബേബി, താങ്കൾ ആദ്യം പറഞ്ഞ വാദത്തെ ഖണ്ഡിക്കുന്നതും പൊളിച്ചു കളയുന്നതുമാണ് താങ്കൾ രണ്ടാമത് പറഞ്ഞ വാദം തന്നെ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക വരുമ്പോൾ ആദ്യത്തെ ദിവസം പിണറായി വിജയനാണ് CAA അതിലില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നത്. അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് നിങ്ങളുടെ പ്രകടന പത്രിക എന്നായിരുന്നു CPIM എടുത്ത സ്റ്റാൻഡ്. പക്ഷേ BJP അതിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് എന്നാണ്, മുസ്ലിങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അന്ന് താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ പറഞ്ഞത്. നോക്കൂ, അങ്ങനെയെങ്കിൽ BJP ഇതിനെ തിരിച്ചാണല്ലോ പറയുന്നത്, അപ്പോൾ എങ്ങനെ പിണറായി വിജയൻ പറയുന്നത് ശരിയാകുമെന്നാണല്ലോ അന്ന് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഇപ്പോൾ പറയുന്നു ഇവർ രണ്ടുപേരും പറയുന്നത് ഒന്നാണെന്ന്. അതെങ്ങനെ ശരിയാകുക പ്രൊഫസർ റോണി കെ ബേബി? ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള വർഗീയതകളെ കുറിച്ചാണ് കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ചർച്ച ചെയ്യുന്നതുമൊക്കെ. ന്യൂനപക്ഷ വർഗീയത. രണ്ട് എന്ന് പറയുന്നത് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട ആ ഒരു വികാരങ്ങൾ. ഞാൻ ആ വർഗീയത എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് കടക്കുന്നില്ല. മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെയും ഭൂരിപക്ഷ വികാരങ്ങളെയും എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുക, എങ്ങനെ അതിനെ ഉപയോഗിക്കുക. കാരണം ഇത് എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല. ശബരിമലയുടെ കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് കേരളത്തിലെ ഓരോ സംഭവങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ CPMഉം BJPയും കൂടി ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ എന്ന് പറയുന്നത് കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് CPM പറയുന്നു, കോൺഗ്രസ് ഭൂരിപക്ഷ വിരുദ്ധമാണെന്ന് BJP പറയുന്നു. അപ്പൊ വളരെ കൃത്യമായി തന്നെ ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്ലാറ്റ്ഫോം,
കേരളത്തിന്റെ ആ വിശാല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭൂരിപക്ഷങ്ങൾക്കിടയിലും, അതായത് CPM-നിടയിലും BJP-ക്കിടയിലും കൃത്യമായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു അഴകുഴമ്പൻ നിലപാട് പല വിഷയങ്ങളിലും എടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്ന് വിമർശനം കേൾക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ കൊടി സംബന്ധിച്ച വിഷയം നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടി ഉയർത്തുമ്പോൾ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ആക്ഷേപിക്കുന്നത് BJP ആണ്. അവർ ദേശീയ തലത്തിൽ അത് വലിയ ക്യാമ്പയിൻ ആക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തവണ ആ കൊടി നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാത്തിടത്താണ് CPM പോലുള്ള മതനിരപേക്ഷ കക്ഷികൾക്ക് നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത്. അപ്പോൾ കോൺഗ്രസിന് അതിൽ സ്റ്റാൻഡ് എടുക്കാൻ, നിലപാടെടുക്കാൻ കഴിയുന്നില്ല. BJP ഉയർത്തുന്ന വിഷയങ്ങൾ ദേശീയ തലത്തിൽ തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന് നിങ്ങൾ അതിന് പിന്നാലെ പോകുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾക്ക് വിമർശനം കേൾക്കേണ്ടി വരുന്നുവെന്ന് പ്രൊഫസർ റോണി കെ ബേബിക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഒരിക്കലുമല്ല ആസിദ. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തുള്ള ഒരു പൊതുജന വികാരം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാം റൗണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ മോദി ഭരണകൂടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, പട്ടിണി ആയിക്കോട്ടെ, വിലക്കയറ്റമായിക്കോട്ടെ, തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, അങ്ങനെയുള്ള രൂക്ഷമായ വിഷയങ്ങളാണ് കേരളത്തിന് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം CPM ഉയർത്തിവിട്ട, പിണറായി വിജയൻ ഉയർത്തിവിട്ട ഈ കൊടി വിവാദം മാത്രം ഇവിടെ ചുറ്റിക്കറങ്ങി കറങ്ങുന്നു? വളരെ കൃത്യമാണ്. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളുടെ ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. നിങ്ങൾ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നു, BJP അതിനെ ഏറ്റുപിടിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? കോൺഗ്രസിന് അതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഈ പൗരത്വ വിഷയം ഉൾപ്പെടെ, അല്ലെങ്കിൽ പതാകയുടെ വിഷയം ഉൾപ്പെടെ അസിത ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ, ഇതിനോട് ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ, ഇതിനോട് ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ CPM പ്രചരിപ്പിക്കും ഈ കോൺഗ്രസിന്റെ മൗനം ഇത് എല്ലാം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ആരോപണങ്ങളെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ്, ഞങ്ങൾ തിരിച്ച് മറുപടി പറയാത്തത്. ഒരിക്കലും അല്ലല്ലോ പ്രൊഫസർ റോണി കെ ബേബി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കൊടി വിവാദത്തിൽ ഉൾപ്പെടെ അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതല്ല എന്നുള്ളതാണല്ലോ പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. എത്രയിടത്താണ് ഈ പൊതുപരിപാടികളിൽ ലീഗിന്റെ കൊടി ഉയർത്തിയ പ്രവർത്തകരെ, അണികളെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ തല്ലിച്ചതച്ചത് എന്നുള്ളത് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ കോൺഗ്രസിന് ഈ ഭൂരിപക്ഷ നിലപാടുകളെ പ്രീണിപ്പിക്കുക എന്നൊരു താല്പര്യമില്ലായിരുന്നെങ്കിൽ അതിന്റെ കാര്യമേ ഇല്ലായിരുന്നല്ലോ. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ ഷാജി രാഘവൻ, ഇവിടെ BJP ഈ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി എത്ര തവണ വന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെയും നരേന്ദ്രമോദിയും BJP നേതാക്കളൊക്കെയും ഉയർത്തുന്ന വാദങ്ങൾ, ആക്ഷേപങ്ങൾ, അത് CPIM ഉയർത്തുന്ന വാദങ്ങൾക്ക് നിങ്ങൾ പിന്നാലെ പോകുന്നു എന്നതാണ്. അങ്ങനെയാണോ BJP അജണ്ട സെറ്റ് ചെയ്യുന്നത്? അല്ല, ഇവിടെ BJP പോലൊരു നാഷണൽ പാർട്ടി CPM പറയുന്നതിന്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര കണ്ട് എല്ലാവർക്കും ബോധ്യപ്പെടും. അവതാരെ അങ്ങനെ വെറുതെ പറഞ്ഞു പോലെ നിങ്ങളുടെ ടാഗ്ലൈൻ തന്നെ ഒരു കോമഡിയാണ്. മോദിക്ക് രാഹുലിന് വരെ സ്വരമെന്നാണ് ചോദ്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നലെ വരെ ഒരേ ഭാഷയിൽ സംസാരിക്കുകയും ഒരേ നിലപാടെടുക്കുകയും അതിന്റെ പേരിൽ ഒരു മുന്നണി ഉണ്ടാക്കുകയും ചെയ്തവരല്ലേ CPM-ഉം കോൺഗ്രസും കേരളത്തിലും രാജ്യത്തും? ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് 5 ദിവസം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു പോകാൻ കഴിയില്ല. ഇന്ത്യ അലയൻസിന്റെ രൂപീകരണത്തിന് പിന്നാലെ അവർ ഉറക്കെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുന്നണി ഇല്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് CPM-ന്റെ പ്രധാന ശത്രു കോൺഗ്രസും തിരിച്ചുമാണ്. അപ്പോൾ കേരളത്തിൽ ആ മുന്നണിയുടെ ഭാഗമായി തന്നെ അവർ പ്രവർത്തിക്കണം എന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം കൂടിയാണ്. ശ്രീ ഷാജി രാഘവൻ, ശരി, അവതാരകം എനിക്ക് മറുപടി പറയാൻ അവതാരകയോട് ഒരു ചോദ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന LDF-ന്റെ MP-മാർ ഡൽഹിയിൽ ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് പിന്തുണ കൊടുക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നാളെ പത്രസമ്മേളനം നടത്തി പറയുമോ? അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി കേരളത്തിൽ ജനങ്ങളോട് പറയുന്ന, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധതയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു പൊറോട്ട് നാടകമാണ്, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 102 സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വളരെ കൃത്യമാണ്. തമിഴ്നാട് ഉൾപ്പെടെ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് കോൺഗ്രസിനോ CPM-നോ രാഷ്ട്രീയമായി ഒരു പ്രസക്തിയും ഡൽഹിയിലില്ല എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുന്ന CPM-ആണ്. ഒരു പ്രധാന കക്ഷിയായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച് മത്സരിക്കുന്ന കോൺഗ്രസ് ആണ്. ഇത് രണ്ടും സാധ്യമാവില്ല എന്നുള്ള സാഹചര്യം ഇപ്പം 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിലവിൽ
എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഈ പൊറോട്ട നാടകം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവതാരം എന്നോട് ചോദ്യം ചോദിച്ചല്ലോ, തിരിച്ച് ഞാനൊരു ചോദ്യം അതുകൊണ്ടാണ് ചോദിച്ചത്. ആർജവമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ഇടതുപക്ഷ മുന്നണിക്ക്? ഡൽഹിയിൽ ചെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് ശ്രീ ഷാജി രാഘവൻ, പോസ്റ്റ് പോൾ അലയൻസ് എങ്ങനെയാവണം എന്നുള്ളത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും പിന്നീട് തീരുമാനിക്കുക മാത്രം ചെയ്യേണ്ട കാര്യമാണല്ലോ. അതിലിപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആകുലതപ്പെടേണ്ടതില്ല. ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വാദം കേരളത്തെ സംബന്ധിച്ച് അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആദ്യ ഭാഗം ശരിയാണ്. ഇന്ത്യ എന്ന അലയൻസ് ഉണ്ടാക്കി ഇപ്പോൾ കേരളത്തിന് പുറത്ത് കോൺഗ്രസും CPIM-ഉം ഒരുമിച്ച് മത്സരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ അലയൻസ് ഇല്ല എന്നുള്ളത് ഈ മുന്നണി രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യമാണ്. ശ്രീ ഷാജി രാഘവൻ, അവിടെ അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് പരസ്പരം അവർ ആരോപണം ഉന്നയിക്കുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഈ നാടകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഞാൻ മനസ്സിലാക്കുന്ന ഭാഗമാണെന്നാണ്. ഒരു മുന്നണിപ്പോൾ അവരുടെ നിലപാടാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, BJP-ക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ അവരുടെ ആ കാര്യത്തിലൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷെ ആ നിലപാടിൽ സത്യസന്ധത പുലർത്തണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന് 5 ദിവസം മുമ്പ് ഇന്ന് ഈ തരത്തിൽ ഇവർ രണ്ടുപേരും നടത്തുന്ന വാഗ്വാദങ്ങള് തികച്ചും ഈ പറഞ്ഞതുപോലെ പുറത്ത് നാടകമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ഞാനൊന്ന് ചോദിച്ചിട്ട് ഒന്നും കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവരുടെ കേന്ദ്രത്തിലെ നിലപാടെന്താ? കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയന്റെ പലർക്കെതിരെ അന്വേഷണം ED അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ പ്രഖ്യാപിച്ചു. മറ്റ് ധാരാളമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കന്മാരും, അതൊരു അഴിമതിയുടെ മുന്നണിയാണെന്നുള്ളത് രാജ്യത്ത് എല്ലാവർക്കും അറിയാം. ആ മുന്നണികൾക്കെതിരെ അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് എന്താ രാഹുൽ ഗാന്ധിയും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത്? പിണറായി വിജയനും മകൾക്കുമെതിരെ എടുക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണ്, കേന്ദ്ര ഏജൻസികളെ നരേന്ദ്രമോദി തെറ്റായി ഉപയോഗിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഇന്നിപ്പോ ഇവരെന്താ നിലപാട്? ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. നിങ്ങൾ 4-5 ദിവസം മുമ്പ് ഇങ്ങനെ രാജ്യത്ത് എന്താണോ പറഞ്ഞത്, നരേന്ദ്രമോദി രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള വാദം നിങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൃത്യമായ ബോധ്യത്തിന്റെ, തെളിവിന്റെ, അതുപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ എന്നുള്ളത് നിങ്ങളിപ്പോൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത്, 2 മുന്നണികളും കേരളത്തിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ BJP വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുറപ്പുള്ളപ്പോൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉപ്പ് വെച്ച കലം പോലെ ഈ പറയുന്ന CPM, ഞാനല്ല പറഞ്ഞത്, സഹാവ് ബാലനാ പറഞ്ഞത്, ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ്. ചിഹ്നം അടുത്ത തവണ ശ്രീ പിണറായി വിജയൻ കണ്ണൂര് ഈനാം ദേശീയ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കണം എന്ന് സഹാക്കളോട് സഹാവ് ബാലനാണ്, ഞാനല്ല പറഞ്ഞത്. ഇതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി മത്സരിക്കുന്നവർ കാട്ടിക്കൂട്ടുന്ന പൊറോട്ട് നാടകമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ ഇപ്പോൾ ഷാജി രാഘവൻ പോലും പറയുന്ന വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ED-ക്കെതിരെ നിങ്ങൾ മുൻപ് ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങളെ കുറിച്ചാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർത്തിയത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഒരു അറസ്റ്റിലേക്ക് പോകുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറുന്നു. ആദ്യം തന്നെ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് കോൺഗ്രസ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ED-യോടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് അതാണ് എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ, ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പ്രബല നേതാവാണല്ലോ പിണറായി വിജയൻ, അങ്ങനെ ഒരാൾക്കെതിരെ എന്തുകൊണ്ട് ED നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമായി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ED-യോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് സംശയകരമായി തോന്നാവുന്ന സാഹചര്യമല്ലേ? ഇവിടെ ഷാജി രാഘവൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ED ഇതിനു മുൻപ് നടത്തിയ എല്ലാ ഇടപാടുകളുടെയും സുതാര്യത നിങ്ങൾ തന്നെ അടിവരയിടുകയാണെന്ന്. അതെങ്ങനെ ശരിയാകും റോണി കെ ബേബി? ഈ കേരളത്തിന് പുറത്ത് ED അന്വേഷണം നേരിട്ട നിരവധി പ്രതിപക്ഷ നേതാക്കളുണ്ട്. അതിൽ കുറെ ആളുകളൊക്കെ BJP-യിൽ കയറി BJP-യുടെ പ്രൊട്ടക്ഷനൊക്കെ മേടിച്ച് ED അന്വേഷണത്തിലൊക്കെ രക്ഷപ്പെട്ട പലരെയും നമുക്കറിയാം. പക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെയും ഹേമന്ത് സോറന്റെയും ഒക്കെ കാര്യം പരിശോധിച്ചാൽ അവർക്കെതിരെയുള്ള കേസുകൾ തട്ടിക്കൂട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ പ്രധാനപ്പെട്ട ആ പോളിസി ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രി
ഡൽഹി മന്ത്രി അദ്ദേഹത്തെ തന്നെ സുപ്രീം കോടതി ജാമ്യം നൽകി സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ കേസ് തന്നെ തട്ടിക്കൂട്ടാണ് എന്ന് റോണി കെ ബേബിയെ പോലുള്ള നേതാക്കൾ പറയുന്നത് എപ്പോഴാണ്? ഈ ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുമ്പോഴാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് എതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ആവശ്യപ്പെട്ട് അന്ന് ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ എങ്ങനെയാണ് തട്ടിക്കൂട്ട് കേസിൽ നടപടി വേണമെന്ന് നിങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത്? കാരണം നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയൊക്കെ രൂപം കൊണ്ടുവന്നതിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ, അവിടെ കോൺഗ്രസിന്റെ ആ സ്പേസിലാണ് ആം ആദ്മി പാർട്ടി വളർന്നു വന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം, അല്ലാതെ അത് അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെയോ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടൊന്നുമല്ല, ദേശീയ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം എന്ന് പറയുന്നത് കേജ്രിവാൾ എടുത്തിട്ടുണ്ട്, അതിനെ അംഗീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ED ഒക്കെ ഒരു വലിയ രാഷ്ട്രീയ വേട്ടക്കുള്ള ആയുധമായി ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായും എന്നോട് പറഞ്ഞു വന്ന പോയിന്റ് ആസിത അപ്പോൾ നടപടിയുണ്ട്, എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ അരവിന്ദ് കേജ്രിവാളിനോ ഹേമന്ത് സോറനോ ഒക്കെ നിഷ്പ്രയാസം ഈ EDയുടെ സമ്മർദ്ദങ്ങളെ ഒക്കെ അതിനെ വശം വിട്ടുകൊണ്ട് BJP പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ വീണുകൊണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് BJPയുടെ മുന്നണിയുടെ ഭാഗമായി നിൽക്കാമായിരുന്നു. പക്ഷെ അവര് ചെയ്തത്, അവര് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, അത് തീഹാർ ജയിലെങ്കിൽ തീഹാർ ജയില്, ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് അവര് EDയുടെ മുമ്പിൽ നിന്നത്. ED അവരെ എന്ത് ചെയ്തു? നമുക്കറിയാം, ഇപ്പോൾ അവരെയൊക്കെ ജയിലിറങ്ങുന്നതിലേക്ക് അടച്ചു. പക്ഷെ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം എന്താ? കേരളത്തിൽ ഈ പറയുന്ന കേരളത്തിന് പുറത്തു നടക്കുന്ന പോലെയുള്ള EDയുടെ വേട്ടകളൊന്നും ഈ പറയുന്ന ഇതിലേക്ക് വരുന്നില്ല. റോണി കെ ബേബി, എങ്ങനെ വരുന്നില്ല എന്നാണ് പറയുന്നത്? ഇപ്പോൾ താങ്കൾ പറയുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും രണ്ടാണ് എന്ന്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കെജ്രിവാളിനെതിരെയുള്ള തെളിവുകളുടെ അത് ഒട്ടും ദുർബലമാണ്, അത് ഗൗരവത്തിലെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെതിരെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ED അറസ്റ്റിലേക്കും നടപടികളിലേക്കും കടക്കേണ്ടത്? ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന സ്വർണ്ണക്കടത്തു കേസ് ശിവശങ്കറിനെ നാളുകളോളം ജയിലിൽ ഇട്ടല്ലോ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിഷയത്തിൽ പിണറായി വിജയനുമായി ബന്ധിപ്പിക്കുന്ന എന്ത് തെളിവ് ഈ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ സാധിച്ചു? ലൈഫ് മിഷൻ കേസ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിനപ്പുറം എന്തുണ്ടായി ആ കേസിൽ? ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലേതാണ്? ഇപ്പോൾ നിങ്ങൾ മാസപ്പടി എന്ന് ആരോപിക്കുന്ന കേസാണോ? അതിൽ SFIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ബന്ധപ്പെട്ട പല ആളുകളെയും ഇതിനോടകം ചോദ്യം ചെയ്തിട്ടില്ലേ? അത് പിണറായി വിജയനിലേക്ക് നീളുമെങ്കിൽ നീളട്ടെ പ്രൊഫസർ റോണി കെ ബേബി. അതിനപ്പുറം എന്ത് തെളിവുണ്ടായിട്ടാണ് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? തെളിവില്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ അകത്തിട്ടിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ തെളിവുള്ള കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ആസിത തന്നെ ഇവിടെ പരാമർശിച്ച സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, അതുമൊക്കെയായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ED നൽകിയ ഒരു അഫിഡവിറ്റ് ഉണ്ട്. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ അത് ED നടത്തിയ അന്വേഷണം, അതിനകത്ത് വളരെ കൃത്യമായി തന്നെ അവർക്ക് കിട്ടിയ തെളിവുകൾ ഉൾപ്പെടെ അവർ സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ശിവശങ്കറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുമതിയല്ല എന്ന്. ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടെ, ഇവിടെ CPMന്റെ നേതൃത്വം ഇന്നും വിശദീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. EDയെ ഞങ്ങളാണ് ക്ഷണിച്ചു വെച്ചത്. EDയെ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ച് ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല, ഞങ്ങളുടെ കരങ്ങൾ ശുദ്ധമാണ്, ഞങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് ഞങ്ങൾ EDയെ ക്ഷണിച്ചു വരുത്തി. പക്ഷേ ഇവിടെ ആശുത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്തിനാണ് കേരള സർക്കാർ ഈ പറയുന്ന EDക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്? ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ടാണ് EDക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്? എന്തിനാണ് കേരള സർക്കാരും CPMും EDക്കെതിരെ കോടതിയെ സമീപിച്ചത്? പ്രൊഫസർ റോണി കെ ബേബി, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഒരു വർഷം മുമ്പ് ED പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ നമ്മൾ എങ്ങനെ കണ്ടിരുന്നോ അങ്ങനെ തന്നെയാണോ ഇന്നും കാണുന്നത്? അതിൽ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ വ്യക്തമായി പറയാമെങ്കിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതിൽ തന്നെയുണ്ട്. കാരണം ED അവരുടെ മുമ്പിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ED കേസുമായി മുന്നോട്ട് പോകും. പക്ഷെ ED ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അമിത്ഷായാണ്, നരേന്ദ്രമോദിയാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ CPMന്റെ ഒരു നേതാവിനെ പോലും തുടരുത് എന്നും ആരോപണങ്ങളുടെ ഈ മുൾമുനയിൽ, ആരോപണങ്ങളുടെ ശരവലയത്തിൽ CPMന്റെ നേതാക്കളെ ഇങ്ങനെ പെടുത്തി നിർത്തുക. എന്നാൽ മാത്രമേ CPMന് BJPയുമായി ഒരു ധാരണയുണ്ടാക്കി 2-3 സീറ്റ് കേരളത്തിൽ ജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ എങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക. ശരി, അങ്ങനെ ആരോപണത്തിന്റെ മുൻമുനയിൽ പോലും നിൽക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അല്ലേ DLF ഇലക്ട്രൽ ബോണ്ടിൽ പണം നിക്ഷേപിച്ച കേസിൽ നിന്നും റോബർട്ട് വദ്രയെ നിഷ്പ്രയാസം ഇറക്കിക്കൊണ്ടുവന്നത്. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ A സമ്പത്ത് കൂടി ചർച്ചയിൽ ചേരുകയാണ്. ഡോക്ടർ സമ്പത്ത്, ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പല ആരോപണങ്ങൾ പ്രൊഫസർ റോണി കെ ബേബിയും ഒപ്പം തന്നെ ഷാജി രാഘവനും CPMനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ഞാനതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ പ്രൊഫസർ റോണി കെ ബേബി ആദ്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ അവരുടെ മുഖ്യ ശത്രു BJP ആയിരുന്നു. CPMനെ വലിയ തരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ദേശീയ നേതാക്കൾ
എത്തിയിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ എത്തേണ്ടി വരുന്നത് CPIM തന്നെ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ അവരെ ആ സ്ഥിതിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് ഷാജി രാഘവൻ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഇവർ ഒന്നിച്ചല്ലേ കേന്ദ്രത്തിൽ നാളെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ എത്താൻ പോകുന്നത് എന്ന്? അസിത, ഞാൻ ലേശം വൈകിപ്പോയി എന്നതിൽ ക്ഷമാപണം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് ഓടി വന്നതാണ്. ഇവിടെ അസിത ചോദിച്ച ചോദ്യത്തിന് 2019 തന്നെ ഈ കേരള മണ്ണിൽ വന്നിട്ട് ശ്രീ രാഹുൽ ഗാന്ധി സഖാവ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ച പൊതുയോഗം പ്രൊഫസർ റോണി മറന്നുപോയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്ന വേദിയിൽ വെച്ച് തന്നെ അത്തരത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു കോക്കസിൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് ഇദ്ദേഹം പറയുന്നതായുള്ള ചില വർത്തമാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ആദ്യം ഇത്തരത്തിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വന്നത് സഖാവ് പിണറായി വിജയനിൽ നിന്നാണോ അതല്ല ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നാണോ? കോൺഗ്രസ്, ഞാൻ BJPയിലേക്ക് വരാം, കോൺഗ്രസ് എടുക്കുന്നൊരു നിലപാടുണ്ട്. ഞങ്ങളെ ED വേട്ടയാടുന്നു, ഞങ്ങളെ ഇൻകം ടാക്സ് വേട്ടയാടുന്നു, ഞങ്ങളെ CBI വേട്ടയാടുന്നു, ഞങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിൽ വേട്ടനായ്ക്കളെ പോലെ അന്വേഷണ ഏജൻസികളെല്ലാം അഴിച്ചുവിടുന്നു BJP. എന്നാൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അവർ മറ്റു പല പാർട്ടികളെയും ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ കേരളം ഒരു തുരുത്ത് പോലെയാണല്ലോ എന്ന്. ശരിയാണ് സർ, കേരളം ഒരു തുരുത്ത് പോലെയാണ്. കേരളത്തിൻ്റെ തുരുത്തിൻ്റെ മാനവികതയുടെ പ്രഖ്യാപനമാണ് റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാനായി ഈ യന്ത്രത്തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ പായുന്നതിനേക്കാൾ വേഗതയിൽ അത്തരത്തിൽ മീറ്റർ റീഡിംഗ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ചെറുതും വലുതുമായി പലതുള്ളി പെരുവെള്ളമായി അത്തരത്തിൽ നൽകിയത്. ഇവിടെ കേരളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ആദ്യമായി പ്രക്ഷോഭ രംഗത്തേക്ക് വന്നത്, സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് ഹർജി ഫയൽ ചെയ്തത്, മനുഷ്യച്ചങ്ങല ഇവിടെ ജനങ്ങൾ ലക്ഷക്കണക്കിന് പേർ അണിനിരന്ന് കൊണ്ട് തീർത്തത്. ഇവിടെ ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ പിണറായി വിജയൻ ഇതിന് നേതൃത്വം നൽകുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിലും അദ്ദേഹത്തെ വേട്ടയാടണം. തമിഴ്നാട്ടിൽ മാത്രമുള്ള DMK അവരെ വേട്ടയാടണം കോൺഗ്രസ്സിന്. അത് BJP അങ്ങനെ ചെയ്താൽ അത് ശരി. ആം ആദ്മി പാർട്ടി അപ്പോൾ അതിൻ്റെ നേതാവ് മനീഷ് സിസോദിയെ നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതിലെ PMLA ആക്ടിനകത്തുള്ള 2 വകുപ്പുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഭേദഗതി വരുത്തി. ആ 2 വകുപ്പുകളിലെ ഭേദഗതി വരുത്തിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഹർജി നിലവിലിരിപ്പുണ്ട്. സുപ്രീം കോടതി അത് തീർപ്പാക്കിയിട്ടില്ല. ഈ 2 വകുപ്പുകളിൽ അത്തരത്തിൽ നൽകിയ ഭേദഗതിയോടുകൂടിയാണ് അപരിമിതമായ അധികാരങ്ങൾ അത്തരത്തിൽ ഇന്ത്യയിലെ മറ്റു വിധത്തിലുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഒരു പോലീസ് സംവിധാനത്തിനും ഇല്ലാത്തതായിട്ടുള്ള അപരിമിതം അൺലിമിറ്റഡ് പവേഴ്സ് അത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനും കത്തെഴുതി, പോലീസ് അധികൃതർക്കും കത്തെഴുതി. അതെന്തായിരുന്നു കത്ത്? ഇവിടെ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം. അന്ന് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നിരുന്ന ഇവരുടെ നേതാക്കൾ പലരും ഇപ്പോൾ സോ കോൾഡ് നാഷണൽ മീഡിയയിൽ, അതാണല്ലോ ഇംഗ്ലീഷ് ഹിന്ദിക്കാർ സ്വയം വിശേഷിപ്പിക്കുക, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മുതലക്കണ്ണീരൊഴുക്കാനായി അവർ വരുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഡൽഹിയിലും മാത്രമുള്ള പ്രാദേശിക പാർട്ടിയാണെന്ന് പറയാമല്ലോ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയാണെന്ന് കോൺഗ്രസ്സിന് പറയാമല്ലോ. അത് പശ്ചിമ ബംഗാളിൽ മാത്രമുള്ള പാർട്ടിയാണല്ലോ. ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം ശിവസേന എന്നുള്ളത് മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ മാത്രമുള്ളതാണല്ലോ. കോൺഗ്രസ് എടുക്കുന്നൊരു നിലപാട് ഹിന്ദു പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, ഞങ്ങളൊരു വലിയ എന്തോ ഇതാണ്, അങ്ങനെ ബലൂണ് പോലെ ഊതി ഉറപ്പിച്ചതുപോലുള്ളൊരു പഴയകാല ചരിത്രത്തിൽ വല്ലാതെ അഭിരമിക്കുന്നൊരു നിലയിലേക്ക് മറ്റുള്ളവരെയെല്ലാം വേട്ടയാടുന്നത് ഞങ്ങളെ വേട്ടയാടുമ്പോൾ മാത്രമല്ലാത്ത വിഷമമാണ്. ഇവിടെ അസിത നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, മുമ്പും ഒരു ചാനൽ ഇതുപോലുള്ള ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം സഹോദരി ഭർത്താവായിട്ടുള്ള ശ്രീ റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഇപ്പോഴല്ല നേരത്തെ തന്നെ അത്തരത്തിൽ ഉണ്ടായതാണ്. അത് ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോഴും അന്ന് BJP അംഗങ്ങൾ ഉൾപ്പെടെ പല ആളുകളും അന്ന് പാർലമെൻറ്റിലും ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. BJPയുടെ വക്താവ് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരായി ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടർന്ന് വരികയും അതിനെ തുടർന്ന് പിന്നീട് ഇത്തരം കാര്യങ്ങൾ കേസുമായി മുമ്പോട്ട് പോവുകയും 55 കോടി രൂപ DLF ഇലക്ട്രൽ ബോണ്ടുകളായി അത്തരത്തിൽ BJPക്ക് സമ്മാനിക്കുകയും ചെയ്തതിന് ശേഷം റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളില്ല. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദി ചോദിക്കുന്നൊരു കാര്യം, അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കുകയോ എടുക്കാതിരിക്കുക അത്തരം കാര്യങ്ങളാകാം.
കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നും ചോദിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തില്ല, കൂടെയുള്ള ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യണമെന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ അത്തരം ഇപ്പോൾ പ്രൊഫസർ റോണിയുടെ നേതാവിനെ, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നേതാവിനെ അർദ്ധരാത്രിയുടെ അന്ത്യാമങ്ങളിലാണല്ലോ വിളിച്ചിട്ട് അശോക് ചവാൻ പറഞ്ഞത് ഞാൻ പോവുകയാണ് കേട്ടോ എന്ന്. അതിന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്, നിവർത്തിയില്ല, ജയിലിൽ പോകാൻ കഴിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത്. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരത്തിൽ കോൺഗ്രസും BJPയും കൂടി ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളെ കൂടി കയ്യിലെടുത്തുകൊണ്ട് പ്രചണ്ഡമായ നുണപ്രചരണം അത്തരത്തിൽ നടത്തുകയും അതിന് ആധാരമാകുന്ന നിലയിലേക്കും അനുരോധമാകുന്ന നിലയിലേക്കും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താണ്, BJPയും കോൺഗ്രസും തമ്മിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബാന്ധവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാതെ പൊള്ളുന്നുവെങ്കിൽ, അങ്ങനെ പൊള്ളുന്നതിൽ പ്രൊഫസർ റോണി ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും പൊള്ളുന്നുവെങ്കിൽ ഞാനിപ്പോൾ അതിലൊന്നും അദ്ദേഹത്തോട് ഈ ക്ഷമ പറയാനൊന്നും ഞാൻ തയ്യാറല്ല. നമ്മളെല്ലാവരും ഇവിടെ കണ്ടിട്ടുള്ള കാര്യം, ഈ കോലീബി സഖ്യം എന്നുള്ളത് സത്യമായിരുന്നതല്ലേ? അഡ്വക്കേറ്റ് രത്നസിംഗിനെയും പ്രൊഫസർ ഡോക്ടർ മാധവൻകുട്ടിയെയും സ്ഥാനാർത്ഥികളായി ഈ CPMനെതിരെ മത്സരിപ്പിച്ചതല്ലേ? തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു അക്കൗണ്ട് BJPക്ക് തുറക്കാൻ കഴിഞ്ഞത് തന്നെ എങ്ങനെയായിരുന്നു എന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി പച്ചയ്ക്ക് തന്നെ അദ്ദേഹം പറഞ്ഞതല്ലേ? UDFിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് പൂട്ടിച്ചത് എങ്ങനെയാണ് ഇത്തരം കാര്യത്തിൽ? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് എടുക്കുന്നതായിട്ടുള്ളൊരു നിലപാട്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് CAA, ആ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്തതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അതിന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് പറഞ്ഞതുണ്ട്, ഇതിൽ ഇതെല്ലാം ഞങ്ങൾ തിരുത്തുമെന്ന്, ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പ്രശ്നം പരിഹരിച്ചല്ലോ, പിന്നെ മറ്റു കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടതായിട്ടില്ല. ഇവിടെ ഉള്ളത് എന്താണ്, കോൺഗ്രസിൻ്റെ പക്കലുള്ളത് അതൊരു പിണറായി ഫോബിയ ആണ്. സഖാവ് പിണറായി വിജയനെതിരായി അത്തരത്തിൽ കുടുംബാംഗങ്ങൾക്കെതിരായി ആ കുടുംബാംഗങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് വേണമെങ്കിലും അത്തരം കാര്യങ്ങൾ ഇതാണല്ലോ പറഞ്ഞുള്ളത്. എന്ത് കാര്യമാണ് UDFൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്? ഞാൻ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങൾക്കെല്ലാം അറിവുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇതാ വന്നിരിക്കുന്ന രക്ഷകൻ എങ്ങനെ ഡിച്ചിങ് അമേധി ആൻഡ് റീച്ചിങ് വയനാട്, ഇപ്പോൾ ഇത് ഒരു പ്രധാനമന്ത്രിയും 19 മന്ത്രിമാരുമായി ഇത് അവിടെ ആകേണ്ടതാണ്. ഇതൊക്കെയാണല്ലോ കേരളത്തിൽ അത്തരത്തിൽ ചില ഈ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത്തരത്തിൽ നടത്തിയ വലിയ പ്രചരണമുണ്ട്. ഒരു പ്രധാനമന്ത്രി ഇവിടെ വന്ന് വരേണ്ടതല്ലേ എന്നുള്ള നിലയിലേക്ക് അതെല്ലാം നടത്തുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത് എത്ര വോട്ടിനാണ് എന്നുകൂടി പ്രൊഫസർ റോണി ഓർക്കണമെന്നുള്ളത്. പരാജയം തന്നെയാണ് എത്ര വോട്ടിന് തോറ്റിരുന്നാലും. ഇപ്പോൾ ചക്ക വീഴും എന്നും എല്ലാ കളയും ചക്കയാകുമെന്നും ചക്ക വീണ് മുയൽ ചാവുമെന്നും മുയൽ ചാവുമ്പോൾ ഇതെല്ലാം സൂപ്പാക്കും എന്നുള്ളതും ആ വിധത്തിലുള്ള വല്ലാത്ത ഒരു മോഹത്തിലാണ് ഈ കോൺഗ്രസ് എന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. ആ മോഹഭംഗമാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ കേരളം എടുക്കുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട്, കേരളം പൊളിറ്റിക്കലി വളരെ സെൻസുള്ള ബോധമുള്ളൊരു സംസ്ഥാനമാണ്. കേരളം വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവുമാണ്. ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട് വ്യക്തമായി. മലയാളിയെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ ചില BJPക്കാർ ചോദിക്കുമല്ലോ, CAAയുമായി ബന്ധപ്പെട്ട് കേരളീയർക്ക് എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. എൻ്റെ അയൽവക്കത്തെ വീട് കത്തുകയാണ്, അവിടെ മനുഷ്യർ അത്തരത്തിൽ വെന്ത് ഇപ്പോൾ വെണ്ണീറാകുമെന്നുള്ള അവസ്ഥയിലാണ്. എന്നോട് ചോദിച്ചാൽ മതിയോ, നിങ്ങളുടെ വീട്ടിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അപ്പുറത്തല്ലേ വീട് കത്തുന്നുള്ളൂ എന്ന്. അപ്പുറത്തെ വീട്ടിലേക്ക് നരഭോജി ഇറങ്ങി അവിടെയുള്ള ആരെങ്കിലും കൊന്നു തിന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, അപ്പുറത്തല്ലേ വന്നിട്ടുള്ളൂ എന്ന്. അത്തരത്തിൽ നരഭോജിയുടെ കാൽപ്പാടുകൾ കണ്ടാലടക്കം ആ നാട്ടുകാരടക്കം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, അസിതയെല്ലാം കുട്ടികളായിരിക്കുന്ന കാലത്ത് ഈ ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടായി. അതിനെ തുടർന്ന് അമേരിക്കൻ അധിനിവേശം ഇറാഖിന് നേർക്ക് കിടക്കുകയാണ്, ആദ്യത്തെ അധിനിവേശം. അത് നടക്കുന്ന കാലത്ത് സഖാവ് EMSനോട് ചില വാർത്താലേഖകർ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പാർട്ടി അമേരിക്കയോടൊപ്പമാണോ സദ്ദാം ഹുസൈനോടൊപ്പമാണോ? ഇതാണ് ചോദ്യം. സദ്ദാം ഹുസൈനോടൊപ്പമാണോ അമേരിക്കയോടൊപ്പം? ഇതാണ് ചോദ്യം. അതിന് സഖാവ് EMS പറഞ്ഞൊരു മറുപടിയുമുണ്ട്, ഞങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ഇറാഖിലെ ജനതയോടൊപ്പമാണ് എന്ന് പറഞ്ഞു. അതിന് സഖാവ് EMSനെ കോൺഗ്രസിൻ്റെ നേതാക്കൾ കളിയാക്കി. മറന്നു പോകരുത്, അതെല്ലാം അച്ചടിച്ച് പത്രങ്ങളിലെല്ലാം വന്നതുമാണ്. പക്ഷേ കേരളത്തിലെ ജനത ആ പ്രസ്താവനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് സാമ്രാജ്യത്വത്തിനെതിരായ നിലപാടായിട്ടാണ് ചേർത്ത് പിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതുന്നതും കേരളീയർ ചിന്തിക്കുന്നതുമെല്ലാം ലോകത്തും നമ്മുടെ രാഷ്ട്രത്തിലും നടക്കുന്നതായ കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ്.
ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുന്നതിൽ BJPയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. അതിലാകെ ഒരു തലക്കെട്ടുണ്ട് എങ്കിൽ BJP നേതാവിൻ്റെ പേര് മാറ്റിയിട്ട് അവിടെ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേര് വെച്ചാൽ അച്ചു വേറൊന്നും മാറ്റേണ്ടതില്ല. തിരിച്ചും ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പല ദിനപത്രങ്ങളിലും, അല്ല ഈ ദൃശ്യമാധ്യമങ്ങളിൽ പലതിലും വന്നാൽ പോലും അവിടെ എഴുതി കാണിക്കുന്ന സ്ക്രോളിലും ആ BJPയുടെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പേര് മാത്രം മാറ്റിയാൽ മതി. രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് നേരത്തെ CAA സമരത്തിലും കണ്ടത്. ആ സമരവുമായി മുമ്പോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ KPCCയുടെ അന്നത്തെ പ്രസിഡന്റ് ഇത് ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയ നിയമമാണ്, കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കില്ല എന്ന് പറയുക, നിങ്ങൾ സമരത്തിൽ നിന്ന് പോന്നേക്ക് എന്ന് പറഞ്ഞു. എന്ത് ന്യായീകരണമാണ് അതിൽ നിന്ന് വിട്ടുപോകാനുണ്ടായത്? രാഷ്ട്രീയമായ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രചരണമായിട്ട് അത്തരത്തിൽ LDF UDF വൈരുദ്ധ്യത്തിലേക്ക് ഒന്നുമല്ല പോയത്. ആ സമരത്തിൻ്റെ തുടക്കം മുതൽ അങ്ങേയറ്റം വരെ അതിനെ LDF എന്നുള്ള നിലയിലല്ല, കേരളം എന്നുള്ള നിലയിലാണ് അതിനെ കണ്ടത്. BJPക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അതേ വാദം ആവർത്തിച്ചത്. കേന്ദ്രം നടപ്പിലാക്കിയ നിയമത്തിൽ നിന്ന് എങ്ങനെ കേരളത്തിന് മാറി നിൽക്കാനാകുമെന്ന്. ശ്രീ ഷാജി രാഘവൻ, അല്പം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ താങ്കൾ ഈ മുന്നണിയെക്കുറിച്ചും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പോലും ഇവർ ഒന്നല്ലേ എന്നും ദേശീയ തലത്തിൽ നാളെ ഇവർ ഒരുമിച്ച് നിൽക്കാനുള്ളവരല്ലേ എന്നും അപ്പോൾ ഇവർ ഉയർത്തുന്ന പരസ്പരമുള്ള ആരോപണങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയുണ്ട് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കളും BJPയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് കണ്ടാൽ BJP പോലെ ജനാധിപത്യത്തെ ഇത്രമേൽ ഹൃദയം കൊണ്ട് പുണരുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഇല്ല എന്ന് തോന്നും. പക്ഷേ ഷാജി രാഘവൻ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പ്രാദേശിക തലത്തിൽ പരസ്പരം മത്സരിക്കുന്ന ഈ പാർട്ടികൾ നാളെ ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെ നിങ്ങൾ ആശങ്കയോടുകൂടി കാണുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് എത്രയെത്ര തെരഞ്ഞെടുപ്പുകളിൽ ഈ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വന്ന ആളുകൾ നിങ്ങളുടെ ഒപ്പം ഇപ്പോൾ ഉണ്ട് ശ്രീ ഷാജി രാഘവൻ. അതപ്പോൾ പ്രശ്നമായി തോന്നുന്നേയില്ലേ? അല്ല, രാജ്യത്ത് കോൺഗ്രസ് മാത്രമല്ലല്ലോ, ത്രിപുര ഒരു സംസ്ഥാനമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഇവിടെയൊക്കെ ധാരാളം CPMന്റെ ജനപ്രതിനിധികളും CPMഉം. അവിടെ ഒന്നും ഇപ്പൊ CPM ഇല്ല, അതൊക്കെ BJPയാണ്. അതുകൊണ്ട് കേരളത്തിൽ മാത്രം അങ്ങനെ പറഞ്ഞ് ചെറുതാക്കണം. ശ്രീ ഷാജി രാഘവൻ, കേരളത്തിലെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഞാൻ താങ്കൾ ഉദ്ദേശിച്ച രീതിയിലുമല്ല പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ അതിലോട്ട് തെറ്റിദ്ധാരണ പരത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആരോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അതിന്റെ കീഴിൽ നിന്ന് മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിപ്പിക്കുക, ഏതെങ്കിലും ഒരു സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന സർക്കാരിനെ രാഷ്ട്രീയ ലാഭം കൊണ്ട് പണം കാട്ടി അന്വേഷണ ഏജൻസികളെ കാട്ടി ഭയപ്പെടുത്തി ഒരു രാത്രി പുലരുമ്പോൾ BJP ആക്കി മാറ്റുന്നതിന് കുഴപ്പമില്ലേ എന്നാണ്. അങ്ങനെയാണോ കേരളത്തിലെ CPM പിണറായി വിജയനെതിരെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയുടെ അന്വേഷണം, അദ്ദേഹത്തിന്റെ മകളുടെ എതിരെയുള്ള അന്വേഷണം, അങ്ങനെ അത് വ്യക്തമാക്കൂ. ഇതൊന്നും അല്ലല്ലോ സത്യത്തിൽ നമ്മുടെ. ഷാജി രാഘവൻ, എനിക്ക് താങ്കൾ ഉന്നയിച്ച മറുവാദം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞ അശോക് ചവാൻ ഉൾപ്പെടെ BJPയിലേക്ക് വന്ന സാഹചര്യമാണ്. ഇതിനു മുൻപ് എത്രയെത്ര സംസ്ഥാനങ്ങളിൽ സർക്കാരിനെ ഒന്നാകെ ജനങ്ങൾ ജയിപ്പിച്ച കോൺഗ്രസ് സർക്കാരുകളെ ഒന്നാകെ നിങ്ങൾ BJP ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു രാത്രി പുലരുമ്പോൾ. ആ നിങ്ങളാണോ ഈ ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃകയെ കുറിച്ച് പറയുന്നത്? അല്ല, അതിന് കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കോൺഗ്രസ് മാത്രമല്ല, CPMന്റെ ധാരാളം നേതാക്കളും ജനപ്രതിനിധികളും BJP ചേർന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. കോൺഗ്രസ് മാത്രമല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു. പിന്നെ ജനാധിപത്യം പാർട്ടിയുടെ ചർച്ചയല്ലല്ലോ ഇന്നത്തെ ചർച്ച. ഇന്നത്തെ ചർച്ചയിൽ ഇങ്ങനെ വഴിമാറുന്നത്, ബഹുമാന്യനായ ശ്രീ സമ്പത്ത് വളരെ പ്രമുഖപ്രജ്ഞനായ പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കോലിബീസൊക്കെ എടുത്തിരുന്നു. ബഹുമാന്യനായ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എനിക്ക് ചോദിക്കാനുള്ള, സാറേ ലൈൻ ലയിച്ചിട്ട് ഇവിടെ ഒരു മുന്നണിയുണ്ട് രാജ്യത്ത്, കേരളത്തില്. അതിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ ഈ പഴയ കാര്യം ചർച്ച ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ നിലപാടിൽ രാഷ്ട്രീയമായ സത്യസന്ധതയുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്ക് ജയിൽ വിളിക്കില്ല എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ പറയുമോ എന്നുള്ള ആർജവമുണ്ടോ? ഈ ചോദ്യമാണ് കേരളത്തിൽ BJP ചോദിക്കുന്നത്. കാരണം വളരെ പകൽ വെളിച്ചത്തിൽ നിങ്ങൾ ലൈൻ ലൈറ്റിൽ നിങ്ങൾ മുന്നണിയാണ് രാജ്യത്ത്. എവിടെ നിങ്ങൾ 4 ദിവസമായി പരസ്പരം പോരടിക്കാൻ തുടങ്ങിയിട്ട്, 4 ദിവസമായിട്ടുള്ള മുഖ്യമന്ത്രി അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ പോരടിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങളെ ഇവിടെ വളരെ കൃത്യമായി. ഷാജി രാഘവൻ, ഈ ചോദ്യം തന്നെയാണ് ഞാൻ കുറച്ച് സമയമായി താങ്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നു ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുവെന്ന്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയിട്ടേ ഇല്ല സുഹൃത്തെ. നോക്കൂ, ഇപ്പോൾ താങ്കൾ വലിയ പ്രശ്നമായി പറയുന്നത് ഇവിടെ അവർ രണ്ടായിട്ട് മത്സരിക്കുന്നു, നാളെ അവർ ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കരുതുകയാണ്.
അങ്ങനെയാണെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ബാനറിൽ, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാർട്ടി വിട്ട് BJP-യിൽ വന്ന ആളുകളെ കുറിച്ചല്ല, മറ്റൊരു പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് ജയിച്ച ഒരു സർക്കാരിനെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ശേഷം അവരെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ BJP ആക്കി അവതരിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലേ? താങ്കൾ പറയുന്ന തരത്തിൽ ഇത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ മറ്റേത് അപ്പോൾ ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃകയാണോ എന്നുള്ളതാണ്. ഞാൻ വരാം സമ്പത്ത്, പറയൂ ശ്രീ ഷാജി രാഘവൻ. ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സംസ്ഥാനത്തെ ഏത് ഗവൺമെന്റിനെ പറ്റിയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഏത് ഗവൺമെന്റിനെ പറ്റിയിട്ടാണെന്നറിയില്ല. ഇത് രാജ്യത്തെ ആദ്യത്തെ സംഭവം അവസാനത്തെ സംഭവമൊന്നുമല്ല. എത്രയോ സ്വതന്ത്ര ഭാരതത്തിൽ ധാരാളം ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള ഗവൺമെന്റുകളിൽ ഈ തരത്തിലുള്ള കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. ബഹുമാന്യ കേരളത്തിൽ മാറി എടുത്ത ഒരു നിലപാടിന്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കേരളത്തിലുണ്ട്. ഒരു ഗവൺമെന്റ് താഴെ പോയതും പകരം ഒരു ഗവൺമെന്റ് വന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ചർച്ച ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടി എടുത്ത ജനാധിപത്യ സമ്പ്രദായത്തിന്റെയോ സ്വഭാവത്തിന്റെയോ കീഴ്വഴക്കങ്ങളുടെയും പ്രശ്നമല്ലല്ലോ. നിങ്ങളുടെ താഴെയും തന്നെ മോദിക്കും രാഹുലിനും ഒരേ സർവ്വമെന്നുള്ളതാണ്. ഞാൻ അതിൽ ഉറച്ചു നിന്നിട്ടാണ് ചർച്ചയിൽ സംസാരിക്കുന്നത്. ശ്രീ ഷാജി രാഘവൻ, പിന്നെ ചർച്ചയുടെ ആംഗിൾ സെറ്റ് ചെയ്യേണ്ടത് ഞാനാണല്ലോ. താങ്കൾക്ക് അങ്ങനെ മാറിപ്പോയ സംസ്ഥാനങ്ങൾ അറിയില്ലെങ്കിൽ ശ്രീ ഷാജി രാഘവൻ, താങ്കൾ അടിയന്തരമായി ഈ ചർച്ചയ്ക്ക് ശേഷം ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ഒന്ന് പരിശോധിച്ചോ വായിച്ചോ നോക്കണം. അപ്പോൾ താങ്കൾക്ക് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാകും. ഞാൻ ഇനിയും അത് ആവർത്തിക്കേണ്ട സാഹചര്യമില്ല. വളരെ ഗൗരവത്തിൽ അത് രാജ്യം ചർച്ച ചെയ്തതുമാണ്. ഒന്നാമത്തെ വിഷയം. രണ്ട് ശ്രീ ഷാജി രാഘവൻ, ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ ചർച്ചയുടെ ക്യാപ്ഷനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, മോദിക്കും രാഹുലിനും ഒരേ സ്വരമോ എന്ന്. ശ്രീ ഷാജി രാഘവൻ, അങ്ങ് എന്നെ ഒന്ന് കേൾക്കൂ. ഇവിടെ ഈ ചർച്ചയുടെ ക്യാപ്ഷൻ മോദിക്കും രാഹുലിനും ഒരേ സ്വരമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ തന്നെ ഊന്നണം ഞാൻ എന്ന് അങ്ങ് ശഠിക്കുന്നു. പക്ഷെ നോക്കൂ ശ്രീ ഷാജി രാഘവൻ, ഇതേ രാഹുലിന്റെ വാദങ്ങളെ ആവർത്തിച്ച ഇതേ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെയും ഇതേ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ വാദങ്ങളെയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട 1 ഡസണിലധികം നേതാക്കൾ ഇന്ന് BJP-യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾക്ക് അറിയുകയില്ല. ശരി, താങ്കൾ അത് അറിയേണ്ട. താങ്കൾ അത് അറിയാത്ത ആളാണെങ്കിൽ ഇനി ഇതുപോലൊരു ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ചുരുങ്ങിയ പക്ഷം താങ്കൾ ആ പേരുകളെങ്കിലും പഠിക്കുക. അത് ജനാധിപത്യത്തോടും താങ്കളെ കേൾക്കുന്ന ജനങ്ങളോടും ചെയ്യേണ്ട മര്യാദയാണ് ശ്രീ ഷാജി രാഘവൻ. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ഡോക്ടർ എ സമ്പത്ത്, ഇതിന് മുൻപും ഷാജി രാഘവൻ ഉയർത്തിയ വാദമാണ്. ആദ്യത്തെ റൗണ്ടിൽ താങ്കൾ അതിന് മറുപടി പറയാതെ പോകുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ അവിടെ ഒരുമിച്ചല്ലേ മത്സരിക്കാൻ അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അതാത് കാലത്തുള്ള രാഷ്ട്രീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് CPIM നിലപാട് കൈക്കൊള്ളുന്നത്. 1975-77 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് AKGയും EMSും ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ കരുതൽ തടങ്കൽ നിയമം അനുസരിച്ച് വളരെ താഴെത്തട്ട് വരെയുള്ള നിരവധി പ്രവർത്തകരടക്കം ജയിലില്ല. എൻ്റെ പിതാവടക്കം എന്ന് പുറത്തിറങ്ങുമെന്നൊന്നും അറിയില്ല. അതിന് മുമ്പ് ചൈനക്കാരന്മാരെന്ന് വിളിച്ചിട്ട് ആക്ഷേപിച്ചിട്ടാണ് കരുതൽ തടങ്കൽ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ജയിലിലേക്ക് പോയത്. അതിനു മുമ്പ് AKG AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ളൊരു കേസുണ്ട്. പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ തന്നെ കരുതൽ തടങ്കൽ നിയമം അനുസരിച്ചിട്ട് 1952 അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുള്ളതിൻ്റെ. അപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരെങ്കിലും ചില നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കും, നിങ്ങൾ ഈ പഴയ കഥകളൊക്കെ പറയുന്നത് എന്തിനാണെന്ന്. പഴയ കഥകൾ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് അത്തരം കാര്യങ്ങൾ പഴയത് പറയുമ്പോൾ ചില ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനത്തിലും പങ്കാളികളായിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിനെതിരായി നിന്ന് രാജാക്കന്മാരുടെ കൂട്ടാളികളായി നിൽക്കുകയും ബ്രിട്ടീഷ് പാദസേവകരായി മാറുകയും ചെയ്തതിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള പല ആളുകൾക്കും കുറ്റബോധം മനസ്സിലെപ്പോഴെങ്കിലും അങ്കുരിച്ചാൽ അത് നല്ലതാണ്. അവരുടെ പിന്മുറക്കാർക്കെങ്കിലും അങ്ങനെ ഒരു കുറ്റബോധം തോന്നിയാൽ അതും അതിലും നല്ലതാണ്. ഞാനിത് സൂചിപ്പിക്കാനിടയായ കാരണം എന്നുള്ളത്, ഈ പലരും പാർട്ടി പലപ്പോഴും തങ്ങൾ നിന്ന പാർട്ടിയിൽ നിന്ന് മാറി പിന്നീട് പല പാർട്ടികളിലും പോയിട്ടുണ്ട്. പാർട്ടി പിളർന്നത് മറ്റു കാര്യങ്ങളിലല്ല ഞാനീ പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ളവരോടക്കം അവർക്ക് ജീവാപായം നേരിടുന്ന ഘട്ടം അത്തരത്തിൽ ഒരു പക്ഷേ ഇപ്പോൾ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത്തരത്തിൽ പോയിട്ടുള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ പോയിട്ടുള്ള അതല്ല വിഷയം. ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. കർണാടകത്തിൽ നേരത്തെ കണ്ടതാണ്. മധ്യപ്രദേശിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, MLA-മാർ കൂടുതലും കോൺഗ്രസിനായിരുന്നു. പക്ഷേ 2 കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ നേരെ കൃത്യമായി അത്തരത്തിൽ ഒരു വെള്ളിത്തളികയിലേക്ക് BJP-യുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത് തന്നെയായിരുന്നല്ലോ നേരത്തെ ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറി ഉണ്ടായിരുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ കൃത്യമായി ആ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന BJP ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. പക്ഷേ 3 പേർക്ക് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു സംസ്ഥാന തത്വത്തിൽ വന്നപ്പോൾ ഓപ്പറേഷൻ മിഡ് നൈറ്റ് എന്തായി എന്നുള്ളത് അവിടെ നമ്മൾ കണ്ടതാണ്. അരുണാചൽ പ്രദേശ്
ഒരു മുഖ്യമന്ത്രി ഉറങ്ങാൻ കിടന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാൻ പറ്റിയില്ല, പിന്നെ ഉണ്ടായിരുന്ന നിഴൽ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് വന്നത് എന്നുള്ളത്. 2 MLA മാത്രം ഉണ്ടായിരുന്ന ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് BJP എങ്ങനെയാണ് ഹൗ ദേ വെർ ഏബിൾ ടു മെറ്റിക്കുലേസ്ലി മാനിപ്പുലേറ്റ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ ഈ ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ചുകൊണ്ട് എങ്ങനെ ഐദർ യു സ്വാലോ യോർ യു പോച്ച് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വഴിപ്പെടുത്തി കൊണ്ടുവരിക. അങ്ങനെ ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ എന്താണോ വന്നത് അതിനെതിരായിട്ടുള്ളത്. ഇവിടെ ചോദിക്കുകയാണ് ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു. നിശ്ചയമായും ഉറപ്പായും ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയം, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്ന രാഷ്ട്രീയമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അഴിമതി എന്നുള്ളത് മാത്രമല്ല, അത് രാഷ്ട്രീയമായി കൂട്ടിച്ചാലിച്ച് മരണത്തിൻ്റെ വിത്തുകൾ അങ്ങനെ പടർത്തുകയാണ്. പൗരത്വം എന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറ്റുകയാണ്. പൊതുമുതൽ മുഴുവനായി കൊള്ളയടിക്കപ്പെടുകയാണ്, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ നയം ഇത്തരം കാര്യങ്ങളിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ തുടങ്ങി വെച്ചത് ഇപ്പോൾ അത് വർഗീയതയിൽ ചാലിച്ച സാമ്പത്തിക നയം കൂടിയാക്കി അവർ മാറ്റി എന്നുള്ളതിൻ്റെ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ BJP ഇതര മതനിരപേക്ഷ സർക്കാർ ആര് രൂപീകരിക്കുമെന്നുള്ളത്, ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകണം എന്നല്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള നോട്ടിഫിക്കേഷനല്ല പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ 18ാം ലോക്സഭയുടെ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ പ്രസിഡന്റ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അത് ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി ആവണമെന്നില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി ആകണമായിരുന്നുവെങ്കിൽ ഒരു പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികളടക്കം പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ പ്രൊഫസർ റോണിയുടെ നേതാവ് അന്ന് ശ്രീമതി സോണിയാഗാന്ധി ആണ് എങ്കിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവില്ല. അതുകൂടി ഓർക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് ആർക്കാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഉറപ്പായും നിശ്ചയമായ ഒരു കാര്യം പറയാം, ഞങ്ങൾ BJPയോടൊപ്പമല്ല, ചെറുക്കാൻ അങ്ങേ അറ്റം വരെ ഞങ്ങൾ ഉണ്ടാവും. അതാരുമായിട്ടായിരുന്നാലും ശരി തന്നെ വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. അതിൽ ഞാൻ പറയാൻ വേറൊരു കാര്യങ്ങൾ ഒറ്റ സെക്കൻഡ് കൂടി എടുത്ത് ഞാൻ പറയാം. ഇവിടെ ഏകശിലാഖണ്ഡത്തിൽ വാർത്തെടുത്തതാണോ NDA സഖ്യം? ഒന്ന് പറഞ്ഞേ ഷാജി ഒന്ന് പറഞ്ഞേ, ഷാജി രാഘവൻ എന്ന് പറഞ്ഞ് എൻ്റെ ചങ്ങാതി ഒന്ന് പറയും. ഒറ്റ ശിലാഖണ്ഡത്തിലാണോ? എവിടെയാണ് ശിരോമണി അകാലിദൾ? ശിരോമണി അകാലിദളും BJP നേതാക്കളും തമ്മിൽ പറയുന്നത് അവിടെ ഉള്ളത് ഹിന്ദി പത്രങ്ങളെടുത്ത് വായിച്ചാൽ നമ്മുടെ മലയാളത്തിന് നിരക്കുന്നതല്ല അവരുടേതായ വർത്തമാനം. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ ADMKയും BJPയും തമ്മിലുള്ള ബന്ധം. ADMK ആലിംഗനം ചെയ്ത് ധൃതരാഷ്ട്രാലിംഗനം പോലെ ആലിംഗനം ചെയ്ത് അവരെയെല്ലാം കെട്ടിപ്പിടിച്ച് അവരുടെ മുന്നണിയിലേക്ക് ചേർത്തത് എങ്ങനെയാണ് ആ മുന്നണി പിളർന്നത് എന്നുള്ളത് ചോദിച്ചാൽ BJPയുടേതായിട്ടുള്ള ദ്രാവിഡ വിരുദ്ധ സ്വഭാവം അത് അവരുടെ തന്നെ നേതാക്കളിൽ നിന്ന് വന്നതിനെ തുടർന്ന് ADMKയുടെ നേതാവ് പറഞ്ഞല്ലോ, തമിഴിൽ പറഞ്ഞത് എന്താണ്, മേലാൽ ഇത്തരത്തിലുള്ള വർത്തമാനമായി തമിഴ്നാട്ടിലേക്ക് വരരുതെന്നാണ് തമിഴിൽ അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ആ മുന്നണി ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ, ഇനി ADMK ജയിച്ചു വന്നാൽ അവിടെ ചെല്ലുമ്പോഴേക്ക് എവിടെ പ്രതിപക്ഷ ബെഞ്ചിലാണെങ്കിൽ ആരെ നേതാവായി പ്രഖ്യാപിക്കുമെന്നുള്ളതൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. അവിടെ ഈ BJPയുടെ സഖ്യകക്ഷി ആയിരുന്ന എന്ന് ഷാജി രാഘവൻ പറഞ്ഞാൽ ആ ADMKയുടെ സ്ഥാനാർത്ഥി പിന്തുണ കൊടുത്തിട്ടുള്ളത് അതേ ചിഹ്നത്തിൽ ഡിണ്ടിഗലിൽ മത്സരിക്കുന്ന SDPI ആണ്. ആ SDPIയുടെ പിന്തുണ കേരളത്തിൽ ആയിക്കോട്ടെ എന്നാണ് ഇവിടെ കോൺഗ്രസ് തീരുമാനിച്ചത്. SDPIയുടെ സ്ഥാനാർത്ഥിക്കെതിരായി ഡിണ്ടിഗലിൽ മത്സരിക്കുന്നത് ആരാണ്? CPIMൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. നേരത്തെ CPIMൻ്റെ സിറ്റിംഗ് സീറ്റ്, ആ സിറ്റിംഗ് സീറ്റിൽ അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നേരിടാൻ പരാജയപ്പെടുത്താൻ DMKയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങനെ DMK ജയിച്ചതായ ഡിണ്ടിഗൽ സീറ്റ് CPIMനെ നൽകുകയാണ്. കോൺഗ്രസ് എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക? കൂടെയുള്ള സഖ്യകക്ഷികളോട് എന്ത് സാമാന്യ മര്യാദയാണ് അവർ ഇന്ത്യയിൽ പലയിടത്തും കാട്ടിയിട്ടുള്ളത്? ഞാൻ അധികമൊന്നും പറയുന്നില്ല. നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മുഖ്യമന്ത്രിയായി തേജസ്വി യാദവ് വരുമായിരുന്നു. ബീഹാറിൽ കോൺഗ്രസ് നടത്തിയതായിട്ടുള്ള ഒരു ചതി എന്ന് പറയേണ്ടതായിട്ട് വരും. അതല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. സീറ്റുകൾ വാരിക്കോരി ചോദിക്കുക, ഇല്ലെങ്കിൽ മുന്നണി വിട്ടു പോകുമെന്നുള്ള ഗതികേട് ഉണ്ടാവുക. സീറ്റുകൾ വാങ്ങിയതിന് ശേഷം നിർത്താൻ സ്ഥാനാർത്ഥിയില്ലാത്ത ഗതികേട് ഉണ്ടാവുക. ആ സീറ്റുകളിൽ BJPയുടെ മുന്നണിയിലുള്ളവർ ജയിച്ചു വരിക. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ആ വിധത്തിൽ BJPയുടെ കരങ്ങളിലേക്ക് പോവുക. ഇതെല്ലാം നടന്നതല്ലേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിലാണ്, ഒരു സംശയവും വേണ്ട. ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി പൊതുമുതൽ വിറ്റുതുലയ്ക്കുന്നതിനെതിരാണ്. ഇവിടെ BJP ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ NDA എന്നുള്ള ഒറ്റ മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു വടിയിൽ തീർത്തതാണ്, ഒരു കല്ലിൽ തീർത്തതാണെങ്കിൽ ഇവിടെ ശിവസേനയെ രണ്ടായി പിളർന്നിട്ടാണല്ലോ മഹാരാഷ്ട്രയിൽ അവിടെ മത്സരിക്കുന്നത്. അവിടുത്തെ ശിവസേനയുടെ തന്നെ പാർലമെൻ്റ് അംഗം എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് ഇപ്പോൾ ഏപ്രിൽ 14-ാം തീയതി പത്രങ്ങളിൽ വന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട്? NDAയിൽ ഉള്ളൊരു ഘടകകക്ഷിയാണ് എന്നും അല്ല എന്നും പറയേണ്ടി വരുമല്ലോ. ബിജു ജനതാദൾ എവിടെയാണ്? ഒഡീഷയിൽ.
ആ ഒഡീഷയിൽ നിന്ന് ബിജു ജനതാദളിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അവർ ഡൽഹിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് ആരുടെ മുന്നണിക്ക് പിന്തുണ നൽകും എന്നുള്ളത് ഇനി കണ്ടറിയണം അല്ലേ? NDA മുന്നണിക്കാണോ അതല്ല ഇന്ത്യ മുന്നണിക്കാണോ പിന്തുണ നൽകുക എന്നുള്ളത്? ഇനി അപ്പുറത്ത് നിതീഷ് കുമാറിനെ എടുത്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ അവിടെ ഈ മത്സരമെല്ലാം നടത്തുന്നുണ്ടല്ലോ. മത്സരമെല്ലാം നടത്തി ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇവർ ഏത് നിലപാടിലായിരിക്കും എന്നിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും എൻ്റെ അറിവിൽ നാളതുവരെ അങ്ങനെ ഒരു മുന്നണിയായി രൂപീകരിച്ച് അപ്പുറത്തോ ഇപ്പുറത്തോ നിന്നിട്ടുള്ളപ്പോൾ ഒരു സീറ്റ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഖ്യം നമുക്ക് പറയാം, NDA സഖ്യമുണ്ട്, ഇന്ത്യ സഖ്യമുണ്ട്. ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് അസന്നിഗ്ധമായ ചില കാര്യങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ LDFും UDFും തമ്മിലുള്ള മത്സരമുണ്ട്. ആ മത്സരം രാഷ്ട്രീയമായി ധ്രുവീകരിക്കപ്പെട്ട കേരളത്തിൽ 1980 മുതൽ നടക്കുന്നതാണ്. ഇക്കാര്യത്തിൽ BJP കേരളത്തിൽ 3ാം സ്ഥാനത്തിനപ്പുറം എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞത് പൂട്ടിച്ചു എങ്കിൽ 3ാം സ്ഥാനത്തിനപ്പുറമുള്ളൊരു കാര്യത്തെക്കുറിച്ച് കേരളത്തിൽ ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് പറയുമ്പോൾ ഞങ്ങളോട് വല്ലാതെ പക അത് തോന്നുന്നത് സ്വാഭാവികം. ദയവ് ചെയ്ത് കേരളത്തോട് പക കാട്ടരുത്. പ്രൊഫസർ റോണി കെ ബേബി, കേരളത്തിൽ മത്സരം കോൺഗ്രസും CPIM-ഉം തമ്മിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ BJP അതിൽ ഇന്ത്യ മുന്നണി നിലനിർത്തി എത്രയൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന വിഷയങ്ങളും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒരു പരിധിക്കപ്പുറം കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളവർ ടീമിലുള്ളപ്പോൾ മത്സരം ജയിക്കാനാകില്ല എന്നാണ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. പക്ഷേ റോണി കെ ബേബി, ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളവർ ഉള്ളത് സ്വന്തം ടീമിലാണ് എന്ന് പ്രിയങ്കയ്ക്ക് എന്തുകൊണ്ടാണ് അറിയാത്തത്? ബഹുമാന്യനായ ഡോക്ടർ സമ്പത്ത് വളരെ സവിസ്തരം ഒരുപാട് സമയമെടുത്ത് തങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്നും എങ്ങനെയാണ് BJP തങ്ങളുടെ മുഖ്യ ശത്രു ആണെന്നും ഒക്കെ അദ്ദേഹം വളരെയധികം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ഒരു CPM-ന്റെ ഇത്രയും മുതിർന്നൊരു നേതാവിന് ഇത്രയും സ്ട്രെയിൻ എടുക്കണമോ? BJP ആണ് തങ്ങളുടെ മുഖ്യ ശത്രു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വല്ലാതെ സമയം എടുത്ത് ഇങ്ങനെ പറയുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? CPM ആണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ സമ്പത്ത് പറഞ്ഞു 2019 രാഹുൽ ഗാന്ധി വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ശരിയാണ്, ചോദിച്ചു. 2019 മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചത് ശ്രീ പിണറായി വിജയനെയോ CPM-ന്റെ മറ്റു നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഞങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ചോദ്യം പൊളിറ്റിക്കലാണ്. ഈ ചർച്ചയുടെ ആദ്യം തന്നെ ആസിത പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായ ചോദ്യം തന്നെ ഞങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സമ്പത്ത് കോൺഗ്രസ് ഘടകകക്ഷികളോട് ചെയ്യുന്ന കാര്യവും അല്ലെ കേരളത്തിന് പുറത്തും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇത് തന്നെയാണ് CPM-ന്റെ ഇപ്പോഴത്തെ പ്രശ്നം. കാരണം അവര് ഇന്ത്യ മഹാരാജ്യത്ത് മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെതിരെ മാത്രമേ അവർ മത്സരിക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഡോക്ടർ സമ്പത്തിന് അറിയാം, അവിടെ ബംഗാളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് കോൺഗ്രസിന് പിന്തുണയോട് കൂടിയ. കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്ന മുർഷിദാബാദ് സീറ്റിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ബഹുമാനപ്പെട്ട സമ്പത്തിന് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാം. ഇന്ത്യ മഹാരാജ്യത്തെ 543 ലോക്സഭാ സീറ്റിൽ CPM-ഉം BJP-യും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന 2 സീറ്റുകളേ ഉള്ളൂ. ഒന്ന് ത്രിപുരയിലെ അഗർത്തല വെസ്റ്റ് സീറ്റ്, 2 രാജസ്ഥാനിലെ സീറ്റ്. ആ 2 സീറ്റിലും CPM മത്സരിക്കുന്നത് കോൺഗ്രസിന് പിന്തുണയോട് കൂടിയ. ഇവിടെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞു ഡിണ്ടിഗൽ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന്. ഡിണ്ടിഗൽ സീറ്റ് എന്ന് പറയുന്നത് DMK മത്സരിച്ച സീറ്റാണ്. അവിടെ DMK-യും CPM-ഉം തമ്മിൽ ആ സീറ്റ് വെച്ച് മാറിയത്. കോയമ്പത്തൂർ സീറ്റ് DMK എടുത്തുകൊണ്ട് ഡിണ്ടിഗൽ സീറ്റ് CPM-ന് കൊടുത്തു. അല്ലാതെ കോൺഗ്രസ് ആ പോരാട്ടത്തിൽ മാറി നിൽക്കുകയല്ല ചെയ്തത്. അവിടെ അവര് തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പ്രകാരം. പ്രൊഫസർ റോണി കെ ബേബി, പക്ഷെ താങ്കൾ ഇക്കാര്യങ്ങൾ ഇത്രയും വിശദീകരിക്കണോ? കാരണം ഈ പറയുന്ന പോരാട്ടത്തിൽ നിന്നും മാറി നിന്നത് CPM ആണെന്ന് താങ്കൾ പറയുമ്പോൾ അപ്പോൾ BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റവും വലിയ പോരാട്ടം വയനാടാണോ എന്ന് ചോദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് CPM പറയുന്നത് കേരളം എന്ന് പറയുന്ന ആ ഒരു ഭൂമികയ്ക്ക് പുറത്തേക്ക് ഒരു വിശാല ദേശീയ കാഴ്ചപ്പാടോടുകൂടി തന്നെ CPM ഈ വിഷയത്തിൽ കാരണം. CPM BJP വിമർശിക്കുന്നിടത്ത് വളരെ മൃദുത്വവും കോൺഗ്രസിന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങള് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ ഗതി കെട്ടുകൊണ്ടാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പ്രാദേശിക കക്ഷികൾക്കെതിരെയും കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങളുടെ ഒപ്പമല്ല, ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല.
അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഈ ശിവസേനയുമായി ബന്ധപ്പെട്ട് പറയുണ്ടേ, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ഒരു കക്ഷിക്കെതിരെയും ഞങ്ങൾ ഒരു നിലപാടും അല്ലെ വിമർശനവും സ്വീകരിക്കേണ്ട എന്നായിരുന്നു ഞങ്ങളുടെ സ്റ്റാൻഡ്. പക്ഷെ കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും അവസാന ഘട്ടം വന്നപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാൻ മറ്റൊന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി CPM നേതാക്കൾ എല്ലാവരും വിമർശിക്കുന്നത് കോൺഗ്രസിൽ തന്നെ, BJPക്ക് അതോടൊപ്പം തന്നെ ബിഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ഇടതുപക്ഷത്തിന്റെ കൺവീനർ ഉൾപ്പെടെ. അപ്പോൾ എന്താ BJPയോട് ഒരു മൃദുത്വവും കോൺഗ്രസിനെ, കാരണം എന്താ സംഘപരിവാർ പോരാട്ടത്തിൽ, കാരണം ഇന്ത്യ മഹാരാജ്യത്ത് BJP തോൽക്കണമെങ്കിൽ കോൺഗ്രസ് ജയിച്ചേ കഴിയുള്ളൂ, അല്ലാതെ CPM ജയിച്ചാൽ BJP തോൽക്കില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് ബഹുമാനപ്പെട്ട സമ്പത്തോ അല്ലെങ്കിൽ CPM നേതാക്കളെ വിചാരിക്കുന്നുണ്ടോ CPM ജയിച്ചാൽ BJP തോൽക്കുമെന്ന്? ഇന്ത്യ മഹാരാജ്യത്ത് BJP തോൽപ്പിക്കണമെങ്കിൽ, സംഘപരിവാർ തോൽപ്പിക്കണമെങ്കിൽ, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ പുറത്താക്കണമെങ്കിൽ ഈ പറയുന്ന CAA പോലെയുള്ള നിയമങ്ങൾ എന്നിട്ട് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഒടുവിൽ BJP ജയിപ്പിച്ചത് ആരാണ് പ്രൊഫസർ റോണി കെ ബേബി? അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. കാരണം അത് കോൺഗ്രസിനകത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കോൺഗ്രസിന് മാത്രമല്ല, കാരണം CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, കാരണം ത്രിപുര ഉൾപ്പെടെ ബംഗാൾ ഉൾപ്പെടെ അതിന്റെ അകത്ത് ഞാൻ വളരെ ഏകപക്ഷീയമായി അങ്ങനെ CPM കോൺഗ്രസിനെതിരെ മാത്രം ആരോപണം ഉന്നയിക്കേണ്ട. അല്ല, അങ്ങനെയല്ല. ഞാനത് ഹിമാചൽ പ്രദേശ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. എന്തായാലും താങ്കളുടെ പോയിന്റ് അതിൽ ക്ലിയർ ആണ്. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഷാജി രാഘവൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ ഇപ്പോൾ ആദ്യം മുതൽ തന്നെ റോണി കെ ബേബി ചോദിക്കുന്നതും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നതും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നടപടിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിനൊരു പൊളിറ്റിക്കൽ ഉത്തരം പറയാൻ സാധിക്കുക BJPക്ക് കാണാം. ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മറുപടി അതിന്. അതിനൊരു ശ്രീ സമ്പത്ത് പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാതെ എനിക്ക് അതിലേക്ക് കയറാൻ കിടക്കില്ല. അദ്ദേഹം സൂചിപ്പിച്ചു മുന്നണി സംവിധാനത്തെ പറ്റി. മുന്നണി സംവിധാനം എപ്പോഴും ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് രാജ്യത്തുണ്ട്, പല മുന്നണികളിലും ഉണ്ട്. പക്ഷെ കേരളത്തിലാണോ സ്ഥിതി? ഇന്ന് ET ജയരാജൻ ഇന്നലെ ചോദിച്ചത് എന്തുകൊണ്ട് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ അഴിമതി കേസിൽ രാഹുൽ ഗാന്ധിയെ സോണിയാ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല? അങ്ങനെയല്ല ചോദിച്ചത്. അങ്ങനെയല്ല. EP ജയരാജൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ചോദിച്ചത്. രാഹുൽ ഗാന്ധി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മറു ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ, വേണമെങ്കിൽ ഞങ്ങൾക്കത് ചോദിക്കാമല്ലോ, പക്ഷെ ഞങ്ങൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഷാജി രാഘവൻ, ശരി, ചെറിയ സാങ്കേതിക തടസ്സം നേരിടുകയാണ്. ഞാൻ ചുരുക്കാൻ സമയമായി, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ഡോക്ടർ സമ്പത്തിലേക്ക് അവസാനത്തെ ഒരു മിനിറ്റ് കൂടി പോകുന്നു. ഡോക്ടർ A സമ്പത്ത്, അപ്പോൾ ഏറ്റവും പ്രധാനം ഇവിടെ റോണി കെ ബേബി ആവർത്തിച്ച് പറഞ്ഞത് അവരെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് CPIM തന്നെയാണ്. അവരുടെ ദേശീയ നേതാക്കൾക്കൊക്കെയും കേരളത്തിൽ വന്ന് ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുകയായിരുന്നു CPIM എന്നാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ CPM എടുക്കുന്ന നിലപാടുകൾ BJPക്ക് അത് പക ഉണ്ടാക്കുന്നതാണ്. CPM എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസ്സിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടുപേരുടെയും സാമ്പത്തിക നയങ്ങൾ ഒന്നാണ് എന്നുള്ളതാണ്. ആ സാമ്പത്തിക നയത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണെങ്കിലും അതിൽ വർഗീയത കൂടി കൂട്ടിച്ചാലിച്ചുകൊണ്ട് രാജ്യത്ത് ഇന്ന് വല്ലാത്ത അസഹിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും. ഞാൻ ഒരു ജർമ്മൻ പോസ്റ്റർ കാണിക്കാം. ഇത് ജർമ്മനിലെ ഡാഷെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഉള്ള ഒരു പോസ്റ്ററാണ്. ഇത് ജർമ്മൻ പോസ്റ്ററാണ്. അവർ ലാൻഡ് അവർ പീപ്പിൾ എന്നുള്ളതിൻ്റെ പരിഭാഷ ഇതിൽ അവർ താഴെ എഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലറെ സംബന്ധിച്ചുള്ള ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അത്തരമൊരു കാലത്ത് 1930കളിൽ ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നിട്ട് പോലും റീസ്റ്റാഗിലേക്ക് അത്തരത്തിൽ അധികാരം സ്ഥാപിക്കാനായി കഴിയുകയും ഭീകരമായ നരവേട്ട നടത്തുകയും അങ്ങനെ ഒരു വലിയ ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം വന്നത്തേത്. അതേ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഡിറ്റോ പകർപ്പായി ഫാസിസം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഇത് നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ ഇന്ത്യയിൽ പൗരത്വ നിയമ ഭേദഗതി അത് നടപ്പാക്കില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ അപ്പോൾ കോൺഗ്രസിൻ്റെ ചോദ്യം, ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഇവിടെ ഇന്ത്യയിലെ ഒരു നിയമം എങ്ങനെ നിങ്ങൾ നടപ്പാക്കില്ല എന്ന് നിങ്ങൾ പറയും എന്നുള്ളതാണ്. അത് നടപ്പാക്കരുത് എന്നല്ല പറയുന്നത്, അത് നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഇന്ത്യയിൽ വ്യാപകമായി പങ്കെടുക്കില്ല. മീൻചട്ടിക്കകത്തുനിന്ന് മീൻ പിടിക്കുക, അതുകൊണ്ടെല്ലാം കേരളത്തിൽ മാത്രം മതി പ്രക്ഷോഭം എന്നുള്ളതാണ്. അതല്ലാതെ തന്നെ പ്രക്ഷോഭം എല്ലായിടത്തും വരട്ടെ. ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഇന്ത്യ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പോക്ക് എങ്കിൽ അതിനെതിരായുള്ള പോരാട്ടം നടത്തേണ്ടതായിട്ടില്ലേ? ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ വിമർശനം. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിരന്തരമായ കാര്യം ഊന്നി പറയേണ്ടി വരികയും ചെയ്യുന്നത്. വളരെ നന്ദി ഡോക്ടർ A സമ്പത്ത്, പ്രൊഫസർ റോണി കെ ബേബി, ഷാജി രാഘവൻ. ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.